സംസ്ഥാന സ്കൂൾ കലോത്സവം 15ാം നമ്പർ വേദി കബനി നദി നിശാഗന്ധിയാണ് സ്ഥലം. ഇവിടെ കഴിഞ്ഞ ഈ 5ാമത്തെ ദിവസം വരെ തുടക്കം തൊട്ട് ഒടുക്കം വരെയുള്ള ദിവസങ്ങളിൽ ഇവിടെ ഏറ്റവും ഒടുവിലായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ തനത് കലകൾ മാത്രമാണ് ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. എല്ലാ ജില്ലകളിൽ നിന്നുള്ള വിവിധ ഈ 5 ഗോത്രകലകൾ. ഇന്നിപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത്, ഈ വേഷത്തിൽ കാണുന്നത് പളിയ നൃത്തം കളിച്ച കുട്ടികളാണ്. ഹയർ സെക്കൻഡറി വിഭാഗം. ഇവർ കാസർഗോഡ് ഹോസ്ദുർഗ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുള്ള കുട്ടികളാണ് അല്ലേ? ഓക്കെ, എന്താണ് ഈ പളിയ നൃത്തം? ആരാ പറയുന്നത്? പളിയ നൃത്തം എന്ന് പറഞ്ഞാൽ ഇടുക്കി കുമിളി വിഭാഗത്തിൽപ്പെട്ട ജന്മി സമുദായത്തിൽ ആ സമയത്ത് കർഷകർക്ക് ഉല്ലാസഭരിതമാക്കാൻ വേണ്ടി പാടി ആടിയ നൃത്തമാണ് പളിയ നൃത്തം എന്ന് പറയുന്നത്. നിങ്ങളുടെ വേഷവിധാനങ്ങളൊക്കെ ഭയങ്കര രസമാണല്ലോ. ഇത് ഈ കാണുന്നത് ഇഞ്ചയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഈ തേച്ചു കുളിക്കാൻ ഉപയോഗിക്കുന്ന ഇഞ്ച. പിന്നെ അതുപോലെ അതിന് അടിയിൽ എടുത്തിരിക്കുന്നത് ചാക്കാണ്. പിന്നെ ഈ മാല, പ്രത്യേക തരത്തിലുള്ള മാല, ഇങ്ങനെയുള്ള ഈ അലങ്കാരങ്ങൾ, ഇതിനെപ്പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞേ. ഇത് ഫുള്ള് നമ്മൾ സ്കൂളിൽ നിന്ന് കുട്ടികളാക്കിയതാണ്. മാഷും സഹായിച്ച് എല്ലാ മാഷിൻ്റെ നിർദ്ദേശത്തിൽ നമ്മൾ തന്നെ സ്വയം തയ്യാറാക്കിയതാണ്. ഈ ഇഞ്ചയൊക്കെ എങ്ങനെ തയ്യാറാക്കി എടുത്തിങ്ങനെ? അതൊക്കെ മാഷ് പോയി വാങ്ങി ചതച്ച് ചാക്കിൽ തുന്നി എടുത്തിട്ട് തയ്യാറാക്കിയതാണ്. ചാക്കിൽ തുന്നി കെട്ടിയിരിക്കുകയാണ്? ചാക്കിൽ തുന്നി കെട്ടിയിട്ടുണ്ട് ഫുള്ള്. ഇത് രണ്ടും രണ്ടായിട്ടല്ല, ചാക്കും ഇഞ്ചി ഒന്നിച്ച് തുന്നി കെട്ടിയത്. തലയിലിരിക്കുന്നത് ഇത് കോഴിത്തൂവലാണ്. അതുപോലെ ഈ മാല ഇത് മുളയുടെ ചീന്തുകളാണ്. അതുപോലെ സാധാരണ മുത്തുകൾ. പിന്നെ അതുപോലെ ഇവരുടെ വള, ഇതും മുളയാണ്. പിന്നെ അതുപോലെ കാതിൽ കിടക്കുന്ന കമ്മൽ, ഇതും മുളയാണ്. അപ്പോൾ എന്തായാലും ഇത് ഇടുക്കിയുടെ കുമിളിയുടെ ഈ ഗോത്രകല ഇതിൻ്റെ ഒരു സാമൂഹ്യവത്കരണത്തിൻ്റെ ഭാഗമായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എത്തുമ്പോൾ ഒരല്പം രസകരമായൊരു കാര്യം, രണ്ട് വിദേശികളല്ലേ, ഒരു കപ്പിൾസ് വന്ന് ഇവരുടെ കൂടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോയി. എനിക്ക് തോന്നിയ ഒരു സംശയം, ഇനി ഇവർ ട്രൈബൽസ് ആണെന്ന് ധരിക്കുമെന്ന്. പിന്നെ പ്രത്യേകം പറഞ്ഞു കൊടുത്തു, ഇതൊരു മത്സരമാണ്, ഇത് ഏഷ്യയിലെ ഏറ്റവും വലിയ കലാ മത്സരങ്ങളുടെ ഒരു മേളയാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് അദ്ദേഹം വളരെ വണ്ടർഫുള്ളായിട്ട് പറഞ്ഞിട്ട് പോയത്. എന്തായാലും വളരെ സന്തോഷമല്ലേ? കാസർഗോഡ് ടീമാണ് ഹോസ്ദുർഗിൽ നിന്നുള്ള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീം. വി പത്മകുമാറിനൊപ്പം ആർ ബിനോയ് കൃഷ്ണൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.